പാറശാല ഷാരോൺ വധക്കേസിലെ വിധി ഇന്ന് വരുമെന്നാണ് കരുതിയത്. ഇന്നലെ കുറ്റക്കാരെ കണ്ടെത്തിയിരുന്നു കോടതി. ഇന്ന് ശിക്ഷാവിധി, ഇവർക്കുള്ള ശിക്ഷ എന്താണ് എന്നുള്ളത് ഇന്ന് പ്രഖ്യാപിക്കും എന്ന് കരുതി. പക്ഷേ ഇന്നത് ഉണ്ടാകില്ല. ശിക്ഷ സംബന്ധിച്ച വാദം ഇന്ന് വിശദമായി നടക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അമൽ ടാനംപറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, എന്തുകൊണ്ടാണ് ഇന്ന് ശിക്ഷാവിധി, അവർക്കുള്ള ശിക്ഷ, കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷ ഇന്ന് എന്തുകൊണ്ടാണ് വിധിക്കാത്തത്? സാധാരണ നിലയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയാൽ ഒരു ദിവസം, ആ ദിവസം അവർക്ക് ഈ പ്രതികൾക്ക് പറയാനുള്ള വാദം കൂടി കേട്ട ശേഷം ശിക്ഷാവിധി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇന്നതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ പ്രതികൾക്ക് പറയാനുള്ളത് മാത്രം കേട്ട് പിന്നീട് ഒരു ദിവസത്തേക്ക് വിധി പറയാനായി മാറ്റും എന്നുള്ളതാണ് അഭിഭാഷകരടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അസാധാരണമായ നീക്കം കോടതി നടത്തുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിൽ എന്തായാലും രണ്ട് പ്രതികളെയും അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് എത്തിക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. പോലീസുകാരടക്കം ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം കോടതിയിലേക്ക് ഗ്രീഷ്മയെ എത്തിയ സമയത്ത് അവരെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ തോതിലുള്ള ബഹളമുണ്ടായിരുന്നു. അതിനാൽ തന്നെ നിലവിൽ കോടതിയിലേക്ക് മറ്റാരെയും പ്രവേശിക്കുന്നില്ല. നമുക്ക് പുറത്തു നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. പോലീസുകാർ പുറത്ത് ഗേറ്റിൻ്റെ വെളിയിൽ തന്നെ നിരന്ന് അവിടെ വാഹനങ്ങളെല്ലാം തടയുന്നുണ്ട്. ആളുകൾ അകത്തേക്ക് കടന്നു പോകുന്നതും തടയുന്നുണ്ട്. അല്പസമയത്തിനകം രണ്ട് പ്രതികളും ഇവിടേക്ക് എത്തും. അതിനുശേഷം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത്, ഏറ്റവും ഒടുവിലായി പറയാനുള്ള കാര്യങ്ങൾ എന്ത് എന്നുള്ള കാര്യം കോടതി കേൾക്കും. രണ്ടുപേർക്കും പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ. അപ്പോൾ ആ വാദം എത്രത്തോളം നീണ്ടുപോകുമെന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. സാധാരണ നിലയൊരു കേസാണെങ്കിൽ രണ്ട് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് പറയാനുള്ള സമയം എന്നൊക്കെ പറയുന്നത് ഒരു 10 മിനിറ്റിൽ താഴെയായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഇന്ന് ഒരു ദിവസം കൊടുത്തിരിക്കുന്നു. അവർക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും കേൾക്കണം എന്നുള്ളതാണ് കോടതിയുടെ നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ രണ്ട് പ്രതികളെയും ഇവിടേക്ക് എത്തിച്ചിട്ടില്ല. അല്പസമയത്തിനകം അവർ ഇവിടേക്ക് എത്തും. ഇന്നെന്തായാലും ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഇതുവരെയും നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അങ്ങനെയില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പുറത്തുവരുന്ന വാദത്തിനിടയിൽ അമൽ, ഈ പറയുന്ന ഗ്രീഷ്മയുടെ പ്രായമോ മറ്റു കാര്യങ്ങളോ സാധാരണഗതിയിൽ അപ്പോൾ തന്നെ സൂചിപ്പിക്കേണ്ടതാണല്ലോ. ഒരു കേസിന്റെ വിധി എന്തായിരിക്കും, ഇത്രയധികം തെളിവുകളുള്ള ഒരു കേസിൽ എന്തായിരിക്കും വിധി എന്നത് സംബന്ധിച്ച പ്രതിഭാഗത്തും വക്കീലന്മാർക്കെങ്കിലും സ്വാഭാവികമായ ഒരു ബോധ്യം ഉണ്ടാവേണ്ടതാണ്. അത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും അപ്പോൾ ഉന്നയിക്കപ്പെട്ടില്ലേ? ഒരാൾ കുറ്റക്കാരിയാണ് അല്ലെങ്കിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് പറയാവുന്നത് കേൾക്കാം എന്നുള്ളതാണ് സാധാരണ നിലയിൽ ഉന്നയിക്കപ്പെടാൻ പോകുന്ന വാദം എന്ന് പറയുന്നത്. ഗ്രീഷ്മയുടെ കാര്യത്തിലാണെങ്കിൽ പ്രായത്തിൻ്റെ കാര്യം കൃത്യമായി തന്നെ അവർ പറയും. പരമാവധി ശിക്ഷ എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിക്കരുത്, വധശിക്ഷയ്ക്ക് ഒഴിവാക്കണം, ഒരു കുറഞ്ഞ ശിക്ഷ നൽകി ചെയ്ത് തെറ്റാണെന്ന് സമ്മതിച്ച ഒരു പ്രതിയാണ്. അതിനാൽ തന്നെ ഈ പ്രായമടക്കം കണക്കിലെടുത്തുകൊണ്ട് കുറഞ്ഞൊരു ശിക്ഷ നൽകണമെന്നുള്ളതായിരിക്കും സ്വാഭാവികമായും അവരുടെ വാദം. കോടതി അത് അംഗീകരിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ആ വാദം എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രം, സാധാരണ നിലയിലാണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വാദമാണ്. നിർമ്മലകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തെളിവ് നശിപ്പിച്ചു എന്നുള്ളതാണ് കുറ്റം. ഗ്രീഷ്മ ഷാരോണിന് വിഷം കലക്കി നൽകിയ കുപ്പി രാമവർമ്മൻ ചിറ എന്ന് പറയുന്ന ഒരു ചതുപ്പുണ്ട്, അവിടെ കൊണ്ട് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഈ നിർമ്മലകുമാരനെതിരെയുള്ള കുറ്റം. അപ്പോൾ അതിൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷയ്ക്കൊരു പരിധിയുണ്ട്. പക്ഷേ ഗ്രീഷ്മയുടെ കാര്യത്തിലാണെങ്കിൽ ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതക കുറ്റമടക്കം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘവും എല്ലാം പറയുന്നത്. കോടതി ഇന്നലെ കൃത്യമായി തന്നെ കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരും. സ്റ്റെഫിൻ കൂടി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ ഇന്നലെ ഗ്രീഷ്മ അവിടെ വരുന്നത് വീട്ടിൽ നിന്നാണ് വരുന്നത്. അവർക്ക് നേരത്തെ ജാമ്യം കിട്ടിയിരുന്നു. പക്ഷേ ഈ ശിക്ഷയിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവരെ ജയിലിലേക്ക് മാറ്റിയെന്നാണ് മനസ്സിലാകുന്നത്. എപ്പോഴായിരിക്കും ഇന്ന് ജയിലിൽ നിന്ന് ഗ്രീഷ്മയെ കൊണ്ടുവരിക? രാജീവ്, അല്പസമയത്തിനും തന്നെ ഏതായാലും ഗ്രീഷ്മയും അതോടൊപ്പം തന്നെ അമ്മയുടെ സഹോദരൻ, അതായത് ഗ്രീഷ്മയുടെ അമ്മാവനെയും കൊണ്ടുവരുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അട്ടക്കുളങ്ങര ജയിലിലാണ് ഗ്രീഷ്മയുള്ളത്. അതോടൊപ്പം തന്നെ പൂജപ്പുര ജയിലിലാണ് ഈ അമ്മാവൻ നിർമ്മൽ കുമാരൻ നായർ ഉള്ളത്. അവരെ ഈ കോടതിയുടെ ഒരുപക്ഷെ ഈ വാതിൽ വഴിയോ അല്ലെങ്കിൽ മറ്റ് അമൽ നിൽക്കുന്ന ഭാഗത്തെ ആ ഒരു എൻട്രൻസ് വഴിയോ ആയിരിക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ മുൻവശത്തുണ്ടായിരുന്നു. പക്ഷേ അവർ ഈ പിൻവാതിൽ ഈ ഭാഗം വഴിയാണ് അകത്തേക്ക് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇവിടേക്ക് കോടതിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് അവർ തൊട്ടടുത്ത നെയ്യാറ്റിൻകര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അല്പസമയത്തിനും തന്നെ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഷാരോണിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം
ഈ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് ഈ കേസിൽ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷന് കഴിഞ്ഞു. അതിൽ അവർ ആശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും രണ്ടാം പ്രതിയായിട്ടുള്ള അമ്മ അല്ലെങ്കിൽ ആ അമ്മയുടെ പങ്ക് തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. അവർ കുറ്റക്കാരി അല്ല എന്നൊരു വിധിന്യായമാണ് കോടതിയിൽ നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി ഏത് രീതിയിലാണ് അതൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതിയിൽ മുന്നോട്ട് പോകുക എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അന്തിമവാദം കേൾക്കുന്നതിന് വേണ്ടി ഈ പ്രതികളെയും അതോടൊപ്പം തന്നെ ഷാരോണിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കോടതിയിലേക്ക് ഉടൻ തന്നെ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, എന്ത് ശിക്ഷാവിധി എന്നത് സംബന്ധിച്ച വിശദമായ വാദം അവർക്കുള്ള പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും കേൾക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോടതി.